ദൈവത്തിൻ്റെ മഹാകരുണയാലും കൃപയാലും ജീവനുള്ളവരുടെ ദേശത്ത് ശേഷിച്ചിരുന്ന് വീണ്ടും കർത്താവിൻ്റെ വൻകൃപകളെ കുറിച്ച് നാം പാടിയതുപോലെ പാടി പുകഴ്ത്തുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. സന്നിഹിതരായ ഏവർക്കും സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കുന്നു. യൂദയുടെ ലേഖനമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിലുള്ള നമ്മുടെ പ്രബോധനത്തിനും ആശ്വാസത്തിനും ആത്മീക വർധനവിനും ഉതകുന്ന ചിന്തകൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുവാനും അതൊരുമിച്ച് ചിന്തിക്കുവാനുമാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ ആമുഖ ക്ലാസ് നമ്മൾ നേരത്തെ ഓർത്തതുപോലെ അതിൻ്റെ ചില കാര്യങ്ങൾ പറയാനിടയായിട്ട് തീർന്നും ആമുഖം തന്നെയാണ്. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ സമയം ആ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ ഒന്നാമത്തെ വാക്യവും രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് ചിന്തിക്കാം എന്ന് വിചാരിക്കാം. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് നമ്മളും ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ അനുഭവമാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ആ രീതിയിൽ കർത്താവ് പറഞ്ഞ ഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. അപ്പോൾ ഈ ഭൗതികമായ ഈ ലോകത്തിൽ ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് ജീവിക്കാനായിട്ട് ആവശ്യമുള്ളത്. കർത്താവിന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്, സുവ്യക്തമാണ്. ഈ വചനം കൊണ്ട്, സകല വചനം കൊണ്ടും ജീവിക്കുക. വചനം കൊണ്ട് ജീവിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഈ ലേഖനത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു റിവിഷൻ നടത്തുകയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ചയിലത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ എഴുത്തുകാരനെ കുറിച്ചാണ് ചിന്തിച്ചത്. എഴുത്തുകാരനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ 6 യൂദമാരെ കുറിച്ച് നമുക്ക് ബൈബിളിൽ കാണാം. അതിലെ യേശു കർത്താവിന്റെ സഹോദരനായ യൂദയാണ് എഴുതിയത്. ഇതിൽ ഓരോരുത്തരെയും നമുക്ക് എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കും. അതിന്റെ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇതിൽ നമ്മുടെ എഴുത്തുകാരനായ യൂദയിൽ ഇത് തന്നെ നമുക്ക് നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ 5 കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിക്കാനിടയായിട്ട് തീർന്നു. അത് വളരെ അടിസ്ഥാനപരമായ സത്യങ്ങളാണ്. നമ്മളത് അനുദിന ജീവിതത്തിൽ പ്രായോഗികമാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ അവിശ്വസ്തരായാലും ഈ കാര്യത്തിൽ പിശാച് വിശ്വസ്തനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കേട്ട വിത്തുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയുന്നതിൽ അവൻ വളരെ ശ്രദ്ധാലുവാണ്. ഒരു പരിധി വരെ അതിൽ അവൻ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിച്ചുണർത്തിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഈ എഴുത്തുകാരന്റെ പേരിന്റെ അർത്ഥം സ്തുതി, ഞാൻ യഹോവയെ സ്തുതിക്കും എന്നൊക്കെയാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെയും കഴിഞ്ഞ ആഴ്ച പറയാൻ വിട്ടുപോയി, ഈ ബൈബിളിലെ ഏറ്റവും മനോഹരമായ ആശീർവാദം എഴുതിയിരിക്കുന്നത് ഈ യൂദ തന്നെയാണ്. 24-25 വാക്യങ്ങളിൽ നമുക്കറിയാം, വീഴാതെ വന്ന് നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ തുടങ്ങുന്ന മനോഹരമായ ആശീർവാദം. അതും ഒരു ആരാധനയുടെ വാക്കുകളാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു പാഠമാണ് യൂദ അവന്റെ ആരാധന ജീവിതം വളരെ നല്ലതായി. അപ്പോ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താ? കേവലം യൂദ ആരാധിക്കുന്നവനായിരുന്നു, ഒരു പോയിന്റ് കിട്ടി, അത് എഴുതി നമ്മൾ സംതൃപ്തി അടയുകയാണ്? അല്ല, അതെല്ലാം ദൈവവചനം കൊണ്ട്, സകല വചനം കൊണ്ട് ജീവിക്കുക എന്നുള്ളത് കൊണ്ട് കർത്താവ് അർത്ഥമാക്കിയത്. അത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, അത് എൻ്റെ കുടുംബ ജീവിതത്തിൽ, അത് എൻ്റെ സഭാ ജീവിതത്തിൽ ഈ സത്യം എങ്ങനെ എന്നെ ബാധിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുകയും നാം ക്രമപ്പെടുകയും ചെയ്യുമ്പോഴാണ് സകല വചനം കൊണ്ടും ജീവിക്കുന്ന അനുഭവത്തിലേക്ക് എത്തുക. അപ്പൊ ആരാധിക്കുക എന്നുള്ളത് 2 കാര്യങ്ങൾ ഞാൻ അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്നും ദാവീദിന്റെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും വിലപ്പെട്ടത് കൊടുക്കുക, അതാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് ദൈവത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ വളരെ വില കൊടുക്കുക. നാം കണ്ടു, ഇസഹാക്കിനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ തന്നെ യാഗമർപ്പിക്കണം. യാഗമർപ്പിക്കുക ഈസ് വർഷിപ്പ്, ആരാധന എന്നുള്ളതാണ്. അപ്പോ നീ സ്നേഹിക്കുന്ന ഏറ്റവും, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കുന്ന എന്താ? സോഷ്യൽ മീഡിയ ആയിരിക്കാം, നമ്മുടെ കുടുംബമായിരിക്കാം, നമ്മുടെ ധനമായിരിക്കാം, നമ്മുടെ എന്താ പറയുക സ്വന്തം ഇഷ്ടങ്ങളായിരിക്കാം, ലൗകിക സുഖങ്ങളായിരിക്കാം. കെ വി സൈമൺ സാറിന്റെ പലതരം ഹൃദയങ്ങൾ പലതിൽ ആശ വയ്ക്കുന്നു എന്നുള്ള ആ പഴയ ഗാനത്തിൽ കളിമേള രസങ്ങളായിരിക്കാം, കനകമോ നിധികളോ മുത്തുകളോ ഒക്കെ ആയിരിക്കാം. അപ്പൊ ഏതിലാണ് നമ്മുടെ പ്രിയം, നമ്മുടെ ഇഷ്ടം ഏതിലാണ്, അത് ത്യജിക്കുന്നതാണ് ആരാധന. അങ്ങനെ ഡെയിലി തിങ്കൾ മുതൽ ശനി വരെ
ത്യജിച്ച് സ്വന്തം ഇഷ്ടത്തിന് മരിച്ച് കർത്താവിന് വേണ്ടി വില കൊടുത്ത്, അത് എളുപ്പമുള്ള കാര്യമല്ല നമുക്കറിയാം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ 100% സാധിക്കുകയുമില്ല. എന്നാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു, നമ്മളിപ്പോൾ LKG ലെവലാണെങ്കിൽ കാലങ്ങൾ കഴിയുന്തോറും ഓരോ ചുവടുകൾ മുന്നോട്ട് വെച്ച് ക്രിസ്തു എന്ന തലയോളം, അഥവാ ഒരു പുരോഗതി നമ്മിൽ ഉണ്ടാകണം. കഴിഞ്ഞ എത്രയോ നാളുകളായി രക്ഷിക്കപ്പെട്ടിട്ട് നമ്മുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ അതിൽ പുരോഗതി ഉണ്ടോ? സ്വന്തം ഇഷ്ടത്തിന് മരിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മെ തന്നെ ത്യജിക്കാൻ സാധിക്കുന്നുണ്ടോ? എങ്കിലേ നമ്മുടെ ആരാധന അവന് പ്രസാദകരമാകും. അല്ലെങ്കിൽ ജൽപ്പനങ്ങളായിട്ട്, അതര ചർവണങ്ങളായിട്ട് നമ്മുടെ സ്തുതിയും സ്തോത്രവും പാട്ടുകളും ഒക്കെ തീരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അതൊക്കെ അറിവുള്ള കാര്യങ്ങളാണ്, എങ്കിലും ഞാനതൊന്നും നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പാഠം പഠിക്കാൻ സാധിക്കും. അത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. പണ്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാ, കാലപ്പഴക്കം കൊണ്ട് അതിപരിചയം എന്താ പറയാ മടുപ്പുളവാക്കും, അല്ലെങ്കിൽ അവജ്ഞ ഉളവാക്കും എന്ന് പറയുന്നത് പോലെ ഒരു പക്ഷെ നമ്മൾ മറന്നു പോകാനും ആ സത്യത്തിന്റെ പ്രാധാന്യം അവഗണിക്കാനും സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ഓർമ്മിച്ചു എന്ന് മാത്രമേ. രണ്ടാമത്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ താഴ്മയുള്ളവൻ, ആ ദാസൻ എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. താഴ്മ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനപരമായ പ്രമാണമാണ്. കാരണം താഴ്മയുള്ളവർക്കാണ് കൃപ ലഭിക്കുക. കൃപയിൽ കീഴിലായാൽ ആ വാഗ്ദത്തം നമ്മിൽ നിറവേറും. പാപം ഭരണം നടത്താത്ത ജീവിതം നയിക്കാൻ സാധിക്കും. അപ്പോ നമ്മെ മുറുകെ പറ്റുന്ന, മറഞ്ഞിരിക്കുന്ന അങ്ങനെയുള്ള പാപങ്ങളെ ജയിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ കൃപ ആവശ്യമാണ്. കൃപ വേണമെങ്കിൽ താഴ്മ വേണം. ഇത് ലളിതമായ തിരുവഴുത്തിലെ പ്രമാണമാണ്. ദൈവം പ്രമാണങ്ങളുടെ ദൈവമാണ്. പ്രമാണത്തെ വിട്ട് നമ്മൾ ചെയ്താൽ അതിന്റെ തിക്തഫലം നമ്മൾ അനുഭവിക്കും. അപ്പോൾ ചിന്തിക്കുക, യൂദയെ കുറിച്ച്, യൂദ എഴുതിയ ലേഖനത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷെ എഴുത്തുകാരനിൽ കണ്ട താഴ്മ എന്ന ഗുണം അതിൽ നമ്മൾ വളരുന്നുണ്ടോ? ഒരു ദിവസത്തിൽ നമ്മൾ 100% വിജയിക്കുകയില്ലേ? എന്നാൽ കാലങ്ങൾ കഴിയുന്തോറും താഴ്മയുള്ളവരായിട്ട് തീരാൻ സാധിക്കുന്നുണ്ടോ? അത് നാം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യം. അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഡെയിലി പാപത്തെ ജയിക്കാൻ സാധിക്കുന്നുണ്ടോ? 10 വർഷം മുൻപ് അടിമപ്പെട്ടു പോയ പാപത്തിൽ തന്നെ ഇന്നും അടിമപ്പെട്ട് ജീവിക്കുകയാണോ? അങ്ങനെയെങ്കിൽ കൃപയിൽ കീഴിലല്ല, പാപത്തിൽ ഭരണം നടത്തുന്ന ജീവിതമാണ് നയിക്കുന്നത്. കൃപയിൽ കീഴിലാകണമെങ്കിൽ ദൈവസന്നിധിയിൽ ഞാൻ ആ ശതാധിപനെ പോലെ, കഴിഞ്ഞ ആഴ്ച ഞാനത് ഓർപ്പിച്ചു, ഞാൻ പോരാത്തവൻ, ഞാൻ യോഗ്യനല്ല, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ എന്നുള്ള ആ ഹംബിൾ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്, ദൈവവചനത്താൽ നിറഞ്ഞവനാണ്. നാം ഇന്ന് ഒരു പക്ഷേ ആ ഭാഗം അതൊന്ന് പരാമർശിക്കാനിടയായിട്ട് തീരും. 25 വാക്യങ്ങളുള്ള കൊച്ചു ഒരു ലേഖനമാണ്. പക്ഷേ എത്ര പഴയ നിയമ കാര്യങ്ങളാ അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഈ യൂദ ദൈവവചനത്തെ എത്രമാത്രം ഒരു പക്ഷേ തന്റെ ചേട്ടനിൽ കണ്ട കാര്യമായിരിക്കും അത്. ചേട്ടൻ നമുക്കറിയാം, നമ്മുടെ കർത്താവാണ് യേശുവിൻ 12-ാം വയസ്സിൽ, അത് ഞാൻ കഴിഞ്ഞ സൂചിപ്പിച്ചു, നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഓർപ്പിക്കുന്നതേ ഉള്ളൂ. 12-ാം വയസ്സിൽ അവിടുത്തെ ടീച്ചേഴ്സിന്, റബ്ബിമാരെ, ഉപദേഷ്ടാക്കന്മാരെ അതിശയിപ്പിച്ചു. 12-ാമത്തെ വയസ്സിൽ യേശു, അപ്പൊ ഒരു സംശയം വരാം, യേശു ദൈവമാണല്ലോ, അതുകൊണ്ട്. പക്ഷെ അങ്ങനെയല്ല, യേശു എന്നുള്ള പദമാണ്, യേശു എന്നുള്ള പദം തിരുവഴുത്തിൽ ഉപയോഗിക്കുന്നത് അവന്റെ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുവാനായിട്ടാണ്. അപ്പോ പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ തന്നെയാണ് ആ 12-ാമത്തെ വയസ്സിൽ അവിടെയുള്ള ടീച്ചേഴ്സിനെ അമ്പരിപ്പിക്കാൻ, വിസ്മയിപ്പിക്കാൻ ഇടയായിട്ട്. എങ്ങനെ സാധിച്ചു? നമ്മളൊന്ന് ഭാവനയിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ ബൈബിൾ ക്ലാസ്സിലൊക്കെ വരുന്നത് പോലെ ഓരോ പ്രാവശ്യവും അവൻ പോകുമ്പോൾ അവിടെയുള്ള റബ്ബിമാർ പറയുന്ന വചനം അവൻ കേൾക്കുന്നത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ചിന്തിക്കും. അങ്ങനെ അവനത് മനഃപ്പാഠമാക്കും. അങ്ങനെ 12 വയസ്സ് വരെ, എപ്പോഴാണോ അവന് പഠിക്കാനുള്ള പ്രായം തികഞ്ഞത്, അത് മുതൽ 12 വയസ്സ് വരെ കർത്താവ് അതിനെ കുറിച്ച് ചിന്തിച്ചു. അവസരം ലഭിച്ചപ്പോൾ കർത്താവ് അത് ഉപയോഗിക്കാനിടയായിട്ട് തീർന്നു. നമ്മെ സംബന്ധിച്ചും ഇത് തന്നെയാണ് അടിസ്ഥാന പ്രമാണം. ഇത് നമ്മൾ പാലിക്കാത്തടത്തോളം കാലം മറ്റെന്തെല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തുളയുള്ള പാത്രത്തിൽ വെള്ളം ഒഴിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ അന്ന് പറയാൻ വേണ്ട ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞു പോട്ടെ. ദൂരെയുള്ളൊരു പിതാവ്, ഞാൻ വായിച്ച ഒരു കഥയാണ്. ദൂരെയുള്ള പിതാവ് മകനൊരു കത്തയച്ചു. ആ കത്ത് അയച്ചു കുറച്ച് നാളുകൾ കഴിഞ്ഞു വീണ്ടും മകനെ നേരിൽ കാണാനിടയായിട്ട് തീർന്നപ്പോൾ
ആ പിതാവ് ചോദിച്ചു, മകനെ ഞാൻ അയച്ച കത്ത് നീ വായിച്ചോ? നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും, വായിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോ ആ മകൻ പറഞ്ഞത് ഒന്ന് രണ്ട് വാക്കുകളൊക്കെ വായിച്ചു. ഇങ്ങനെയുള്ള ഒരു ഉത്തരം കേൾക്കുകയാണെങ്കിൽ ആ പിതാവ് എന്താ ആ മകനെ കുറിച്ച് മനസ്സിലാക്കുക? അല്ല, നമ്മൾ എന്താ ആ മകനെ കുറിച്ച് വിലയിരുത്തുക? ആ കത്തയച്ച പിതാവിനോട് ഈ മകന് വാസ്തവമായി സ്നേഹമുണ്ടോ? പലപ്പോഴും ഈ മകൻ പറയും, അതാണ് എൻ്റെ അപ്പൻ, ആ സ്നേഹമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ വാസ്തവത്തിൽ അവന്റെ പ്രവൃത്തി തെളിയിക്കുന്നത് പിതാവ് വളരെ സ്നേഹത്തോടു കൂടെ അയച്ച ഈ കത്ത് ഒന്ന് രണ്ട് വാക്കൊന്ന് വായിച്ചു എന്നുള്ളതല്ലാതെ എന്താ പിതാവിന്റെ ഹൃദയം അതിൽ, എന്താ പിതാവ് അതിലൂടെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്, അത് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാത്തിടത്തോളം എങ്ങനെ ഈ മകന് പിതാവിനോട് സ്നേഹമുണ്ട് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. പലപ്പോഴും ദൈവത്തിന്റെ വചനം നമുക്ക് തന്നു. നാം കർത്താവിനെ കുറിച്ച് കാലഘട്ടത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അന്ന് നമ്മുടെ പോലെ കയ്യിൽ കരുതാൻ ഭയങ്കര പുസ്തകമില്ല. കാരണം ധനികർക്ക് മാത്രമേ ചുരുളുകൾ ലഭിക്കുകയുള്ളൂ, അത്ര വിലപിടിപ്പുള്ളതാണ്. മാത്രമല്ല അത് സാധാരണക്കാരുടെ വീടുകളിലൊന്നുമില്ല. അവർക്ക് കിട്ടണമെങ്കിൽ സിനഗോഗിലോ ദേവാലയത്തിലോ പോയി കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. എന്നാൽ ഇന്ന് നമ്മുടെ കൈകളിൽ ഈ തിരുവഴുത്ത് തന്നിരിക്കുകയും നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ അത് വിശ്വസ്തയോടുകൂടെ കർത്താവിന്റെ വചനത്തെ ആരായുവാൻ, എന്താ ഈ പിതാവ്, സ്നേഹനിധിയായ പിതാവ് എനിക്ക് അയച്ച ഈ കത്ത്, അതിലെന്താ എനിക്ക് എന്നോട് അറിയിക്കാൻ അവനുള്ള ദൂത്, അവന്റെ സ്നേഹം എന്താണ് അതിലുള്ളത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഉത്കടമായ ഒരു അഭിനിവേശം, ആഗ്രഹം എന്നിലും നിങ്ങളും ഉണ്ടാകും. ഒരു പക്ഷെ ഒരു കാലഘട്ടത്തിൽ നമുക്കൊക്കെ അത് ഉണ്ടായിരിക്കും. എന്നാൽ കാലം കഴിയുമ്പോൾ അത് കൂടി വന്നു, അത് കുറഞ്ഞു വന്നു. നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും എന്നുള്ളത് നാം ഓർമ്മ. നാലാമതായിട്ട് യൂദയിൽ നിന്ന് നമ്മൾ ചിന്തിച്ചത് തിരിച്ചറിവുള്ളവരാണ്. അതെങ്ങനെ മനസ്സിലായി എന്നുള്ളത് ഞാൻ പറഞ്ഞു. താൻ ആരാണെന്നും താൻ ആർക്കാണ് എഴുതുന്നത് എന്നുള്ളത് ഒന്നാം വാക്യത്തിൽ തന്നെ വ്യക്തമാണ്, അല്ലെ? ഒന്നാം വാക്യത്തിൽ തന്നെ വ്യക്തമാണ്. യേശുക്രിസ്തുവിന്റെ ദാസനാണ്, യാക്കോബിന്റെ സഹോദരനാണ്. അപ്പോൾ തന്നെ കുറിച്ചുള്ള അറിവ്. ഇനി ആർക്കാ എഴുതുന്നത്? അതും ഒന്നാം വാക്യത്തിൽ കാണും. പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്, യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവരാണ്, അതുപോലെ തന്നെ വിളിക്കപ്പെട്ടവരാണ്, അവർക്കാണ് അത് എഴുതുന്നത്. അപ്പൊ അതിൽ നിന്ന് താൻ ആരാണെന്നും താൻ ആർക്കാണ് ശുശ്രൂഷ ചെയ്യുന്നതെന്നും വ്യക്തമായ തിരിച്ചറിവ് വരും. ഇത് നമുക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കഴിഞ്ഞ ആഴ്ച പറയാൻ കിട്ടുമ്പോൾ ഒരു ആശയം കൂടിയുണ്ട്. ഈ യൂദ കർത്താവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കർത്താവിനെ അറിയാനിടയായിട്ട് തീർന്നില്ല. നാം 1 കൊരിന്ത്യർ 15 വായിക്കുന്നത് പോലെ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, പുനരുദ്ധാനം ചെയ്തു, സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് യാക്കോബിന് പ്രത്യക്ഷനായി. തുടർന്നാണ് നാം അപ്പോസ്തല പ്രവൃത്തികൾ അമാലിക മുറിയിലൊക്കെ മറിയയും യാക്കോബിനെയും ആ സഹോദരന്മാരെയൊക്കെ കൂടിയിരിക്കുന്നത് കാണുന്നു. അപ്പോൾ നമുക്കത് പൗലോസിന്റെ പ്രയോഗവുമായിട്ട് ചേർത്ത് ചിന്തിക്കാനായിട്ട് സാധിക്കും. പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനായുന്ന അതുകൊണ്ട് അതാണ് ആ തിരിച്ചറിവ് അവരുണ്ട്. കഴിഞ്ഞ ഒരുപാട് കാലങ്ങൾ ഈ കർത്താവിന്റെ കൂടെ നടന്ന് ശരിക്കും ആ പൊരുളൊക്കെ തിരിച്ചറിയാവുന്ന സുവർണ അവസരം നഷ്ടപ്പെടുത്തി നഷ്ടപ്പെട്ടു പോയ ദിനങ്ങളെ കുറിച്ച് ഓർത്ത് നിരാശയിൽ പരാജയപ്പെട്ടു പോയ നിമിഷങ്ങളെ ഓർത്ത് നിരാശനായി അവിടെ ഇരിക്കുകയല്ല യൂദ ചെയ്യുന്നത്. മറിച്ച് വളരെ ആ കാലഘട്ടത്തിന് ആവശ്യമായി, ആ കാലഘട്ടത്തിൽ നിന്ന് മാത്രമല്ല എക്കാലഘട്ടത്തിലും ആവശ്യമായിട്ടുള്ള മനോഹരമായ രീതിയിൽ ഒരു തൂലിക താൻ ചലിപ്പിക്കാനിടയായിട്ട് തീരുന്നു എന്നുള്ളതാണ്. അപ്പൊ തിരിച്ചറിവുള്ള ഒരു ജീവിതമായിരുന്നു അത് നമ്മോടുള്ള ബന്ധത്തിലും. ഒരു പിതാവ് എന്നുള്ള നിലയിൽ നമ്മുടെ ശുശ്രൂഷ, ഒരു ഭാര്യ എന്നുള്ള നിലയിൽ കുടുംബത്തിലെ ശുശ്രൂഷ, ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ശുശ്രൂഷ, ഒരു സഭാ ചുമതലപ്പെട്ടവർ എന്നുള്ള നിലയിൽ ശുശ്രൂഷ, സഭയിലെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ ശുശ്രൂഷ, അതുപോലെ തൊഴിലിടങ്ങളിൽ, ഇതെല്ലാം നമ്മെ കുറിച്ച് എന്താ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ശരിയായി തിരിച്ചറിഞ്ഞ് ദാവീദിനെ കുറിച്ച് വായിക്കുന്നത് പോലെ ആ നിലയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഈ തലമുറയിൽ ശുശ്രൂഷ ചെയ്യുന്നവരായിട്ട് നമ്മൾ തീരേണ്ടത് ആവശ്യമാണ്. അടുത്തായിട്ട് ആത്മനിറവുള്ളവൻ എന്നുള്ള അതും ചില കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച പറയാൻ വിട്ടുപോയി, അതുകൊണ്ട് ഒന്ന് സൂചിപ്പിച്ച് നമുക്ക് ആമുഖം തുടരാം. ആത്മനിറവുള്ളവൻ അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? 3-ാമത്തെ വാക്യം നമുക്ക് അറിയാം. ശരിക്കും പറയുകയാണെങ്കിൽ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, അതുപോലെ രക്ഷയുടെ ത്രികാല അവസ്ഥ, മറുവില,
വീണ്ടെടുപ്പ്, പ്രായശ്ചിത്തം, നിരപ്പ്, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളെ കുറിച്ച്, ചുരുക്കി പറഞ്ഞാൽ സുവിശേഷത്തിന്റെ മഹത്വത്തെ കുറിച്ച് താൻ മനസ്സിലാക്കിയപ്പോൾ അതിനെ കുറിച്ച് എഴുതാമെന്നാണ് താൻ വിചാരിച്ചത്. അപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത്, അല്ലല്ലല്ല, അതല്ല ഇപ്പോൾ നീ എഴുതേണ്ടത് വിശ്വാസത്തിന് വേണ്ടി ദൈവജനം പോരാടണം, അതിനെക്കുറിച്ച് എഴുതണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിച്ചു. അപ്പോ അങ്ങനെയുള്ള പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കാൻ ആർക്കാ സാധിക്കുക? ദിനംതോറും പരിശുദ്ധാത്മാവിനനുസരിച്ച് നടക്കുന്നത്. പരിശുദ്ധാത്മാവിനനുസരിച്ച് നടക്കുന്നതിന് എന്താ തിരുവെഴുത്ത് വിളിക്കുന്ന പേര്? എഫേസ്യ ലേഖനം 5 നാം വായിക്കുന്നു, ആത്മനിറവ് എന്നുള്ളതാണ്. എന്താ ആത്മനിറവ് എന്ന് വെച്ചാല്? പരിശുദ്ധാത്മ നിയന്ത്രണമുള്ള ജീവിതം. ഇതൊക്കെ നമുക്കറിയാവുന്ന പാഠങ്ങളാണ്. അപ്പോ ആത്മനിറവുള്ള ഒരു ജീവിതമായിരുന്നു യൂദയുടേത് എന്നുള്ളത് ഈ ആത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ച് ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എന്താ ഇതിൽ നിന്ന് പഠിക്കാനുള്ള പാഠം? നാം ഈ യോഗത്തിന് വരുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ചാണോ, അതോ എന്തായാലും വെള്ളിയാഴ്ച ദിവസമുണ്ട്, ആകെ കുറച്ച് പേരാണുള്ളത്, പോയില്ലെങ്കിൽ എന്തായാലും സഹോദരന്മാരെ അന്വേഷിക്കും. ചെറിയ സഭകളുടെ ഒരു പ്രത്യേകതയാണുള്ളത്. അപ്പൊ എന്തായാലും പോയെ, അതാണോ വരാൻ കാരണം? ഇനി അതല്ല, വന്നില്ലെങ്കിൽ ഭർത്താവിന് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല, ഇനി മക്കൾ എന്ത് ചിന്തിക്കും? ഇതൊക്കെ വിചാരിച്ചിട്ടാണോ നമ്മൾ കടന്നു വരുന്നത്? അതോ ദൈവാത്മാവിന്റെ പ്രേരണയാലാണ്? ഇന്ന് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം സഭായോഗമുണ്ട്. അത് ഉപേക്ഷയായി വിചാരിക്കരുതെന്നുള്ള പ്രമാണമുണ്ട്. അതുകൊണ്ട് ഈ പ്രമാണം തന്നവന്റെ പ്രമാണം എനിക്ക് അനുസരിക്കണം. ഈ ആഗ്രഹം ഭരിക്കുന്നത് കൊണ്ടാണ് അതോ ഓട്ടോമാറ്റിക്കലായിട്ട് യാന്ത്രികമായിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, അങ്ങനെയാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ട് ദിനചര്യ ചെയ്യുന്നത് പോലെ, ദിനചര്യകൾ അനുവർത്തിക്കുന്നത് പോലെയുള്ള ഒരു ചടങ്ങായിട്ടാണോ വരുന്നത് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത്. ഒരു കാര്യം കൂടെ ഞാനത് അന്ന് ഒരുങ്ങിയതായിരുന്നെങ്കിൽ നമുക്കറിയാലോ മറന്നുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനത് മറന്നുപോയത് വീട്ടിൽ ചെന്നും കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അത് ഓർക്കാനും നോട്ട് ചെയ്യാനും ഇടയായിട്ട് തീർന്നു. അപ്പൊ അതുകൂടെ ഒന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. ഈ ആത്മനിറവുള്ള ഭാഗം ഒന്നെടുക്കാം, അത് പൊതുപ്രയോജനത്തിന് ഉപകരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഓർപ്പിക്കുന്നു. എഫേസ്യ ലേഖനത്തിലാണ് നാം അത് വായിക്കുന്നത്. 5-ാം അധ്യായം, എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തില് നാം വായിക്കുന്നുണ്ട് 5-ന്റെ 15, 16, 17, 18, 19, 20 വാക്യം, 21 വാക്യങ്ങൾ വായിക്കാം. 15 മുതൽ 21 വരെ ഒന്ന് വായിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ വീഞ്ഞു കുടിച്ച മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും, ആത്മാവ് നിറഞ്ഞവരായി. അത് കഴിഞ്ഞ് തുടർന്ന് ഇങ്ങനെ പറയുന്നു. ഈ അതിപ്രധാനമായ തിരുവഴുത്തിൽ ഈ സത്യം വിശദീകരിച്ച് കഴിഞ്ഞിട്ട് എന്തിനാണ് ആത്മനിറവിൽ ജീവിക്കേണ്ടത് എന്നുള്ളതാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ നാം വായിക്കുന്നത്. തുടർന്നുള്ള 5-ഉം 6-ഉം അധ്യായങ്ങളിൽ വായിക്കുന്നു. എന്താ വിഷയം? ഇപ്പോൾ ബൈബിളിലെ ഹെഡിങ് ഉള്ള ബൈബിളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 21-ാമത്തെ വാക്യം കഴിഞ്ഞാൽ ആ ഹെഡിങ് കാണാൻ സാധിക്കും, ഭാര്യമാരും ഭർത്താക്കന്മാരും. അപ്പോ ആത്മനിറവുള്ള ജീവിതം എന്തിനാ നയിക്കുന്നത്? ആ ഹെഡിങ്ങിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നല്ല കുടുംബജീവിതം വേണോ? നല്ല കുടുംബജീവിതം സ്വന്തമായിട്ട് നമുക്ക് ആർക്കും സാധിക്കില്ല. കാരണം നമ്മൾ ആ യന്ത്രങ്ങളല്ല. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളും ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ അങ്ങനെയുള്ള 2 വ്യക്തികളെ ദൈവം ഒരു ദേഹമായി, ഏകദേഹമായി യോജിപ്പിച്ചു കഴിഞ്ഞ് അവർ മുന്നോട്ട് പോകുമ്പോൾ അത് ക്രിസ്തുവും സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭയങ്കര പോരാട്ടമുണ്ട്, സ്ട്രഗിളുണ്ട്. അത് സുഖകരമാക്കി തീർക്കാനായിട്ട്, ആ ഫ്രിക്ഷൻ, ആ ഘർഷണം കുറയ്ക്കാനായിട്ട് അതിനുള്ളിൽ ചേർക്കുന്ന എന്താ പറയാ, നമ്മള് ഗ്രീസ് ചേർക്കില്ലേ, അതുപോലെയുള്ളതാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മ നിറവിലാണ് ഭാര്യ ജീവിക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മ നിറവിലാണ് ഭർത്താവ് ജീവിക്കുന്നതെങ്കിൽ അവരുടെ കുടുംബജീവിതം സ്വർഗ തുല്യമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. തുടർന്ന് എന്താ നമ്മളവിടെ വായിക്കുന്നത്? മക്കളും മാതാപിതാക്കളും 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. മക്കളും മാതാപിതാക്കളും അവർ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് സ്വർഗതുല്യമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി?
ലളിതമായ പ്രമാണമാണ് ആത്മനിറവ് അനിവാര്യം. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ചുള്ള ഒരു ജീവിതം. ദൈവത്തിന്റെ ആത്മാവിന്റെ ആ പ്രേരണ സെൻസ് ചെയ്യാനായിട്ട് സാധിക്കണമെങ്കിൽ, ആത്മനിറവിൽ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ, നമുക്കറിയാം നമ്മുടെ ജീവിതം വളരെ ശുദ്ധിയുള്ളതായിരിക്കും. ഓരോ ദിവസവും നാം സത്യസന്ധരായിരിക്കും. എന്താ സത്യസന്ധത എന്ന് വെച്ചാൽ, നാം കിടക്കാൻ പോകുന്നതിന് മുൻപ് അല്ല, നമുക്ക് ഒരു ദിവസത്തിൽ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ജീവിതത്തെ വിലയിരുത്തണം. ആ വിലയിരുത്തുമ്പോൾ നമുക്കറിയാം ഇന്ന ഭാഗത്ത് വീഴ്ചകൾ വന്നു, അപ്പൊ അത് സോറി പറയും. ഇന്നലെ ഞങ്ങൾക്ക് ഹോളില് വീട്ടിൽ ക്ലാസ് സഹോദരിമാരുടെ ക്യാമ്പിനുള്ള ബന്ധം കിട്ടി. അപ്പോൾ ദൈവത്തിന്റെ വചനം അദ്ദേഹം പറഞ്ഞപ്പോ ഈ കാര്യങ്ങൾ, ഈ കുടുംബജീവിതത്തെ കുറിച്ചൊക്കെ പ്രത്യേകമായിട്ട് അവൾ വ്യക്തമായിട്ടൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു പ്രത്യേകമായ ഒരു ഫോൾട്ട് എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ ഞങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ ഞാൻ വൈകിട്ട് പരസ്യമായിട്ട് ക്ഷമ ചോദിച്ചു. അവൾ തന്നെ ഓർമ്മയിട്ടത് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് ആ ശുശ്രൂഷ സഹോദരൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓർമ്മ വന്നു, അയ്യോ ഞാനത് മറന്നുപോയി. ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ വലിയ കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ സന്തോഷകരമായി ജീവിക്കുന്നു. പക്ഷെ അത് ദൈവത്തിന്റെ ആത്മാവ് ചൂണ്ടിക്കാണിച്ചെന്നപ്പോ ഞാനത് അവർക്കത് ഓർമ്മയുണ്ട്. ഞാനത് ക്ഷമ ചോദിക്കാൻ ഇടയായിട്ട് തീർന്നു. മോളും മകളും ഉണ്ടായിരുന്നു. അപ്പൊ അവള് ചെയ്തൊരു തെറ്റ് എൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇങ്ങനെ നമ്മൾ ഒരു തെറ്റും ചെയ്യാത്തവരൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളും കുറവുകളും തെറ്റുകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ദിനംതോറും നമ്മൾ ആ കുറവുകളെ കണ്ടെത്തി പരിശോധിക്കാൻ സമയമെടുത്ത് ഇന്നത്തെ എന്റെ ചരികൾ ജോലിക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ അത് ശീലമാക്കി മാറ്റണം. അതൊരു ശീലമാക്കി മാറ്റണം. അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ എന്തൊക്കെയാണ് ഉണ്ടായ കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ കോപിച്ചത്, കൈപ്പായി പെരുമാറിയത്, ഈ കാര്യം ഇന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം യഥാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ, നാം അങ്ങനെ ശുദ്ധിയുള്ള ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഇന്ന മേഖലയിൽ ചെയ്ത് റോങ് ആണ്, നീ അത് നിരക്കുക, അത് ക്രമപ്പെടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് പ്രേരണ തരുമ്പോൾ ഉടനെ തന്നെ ആ അഴുക്ക് ഉപേക്ഷിക്കുക. അതിനെ കുറിച്ചൊരു എഴുത്തുകാരന്റെ ഇത് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. നമുക്കറിയാം നമ്മുടെ ദേഹത്ത് ഒരു മാലിന്യം ഇവിടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കാം അവർക്ക്. അപ്പൊ നമ്മൾ കണ്ണാടിയിൽ നോക്കിയപ്പോ ആ മാലിന്യം കണ്ടു. ആ മുഖത്ത് ആ മാലിന്യം വെച്ചുകൊണ്ട് ഒരു ഫംഗ്ഷനൊന്നുമല്ല, ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരെ കാണാനായിട്ട് ശ്രമിക്കുമോ, എന്റെ മുഖത്ത് കണ്ടു മാലിന്യം ഇരിക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നടക്കുമോ? ഒരിക്കലും ഇല്ല. ഇനി ആ മാലിന്യം വെച്ച് നമ്മൾ സഞ്ചരിക്കുമോ, പുറത്തേക്ക് ഇറങ്ങുമോ? ഒരിക്കലും. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദിനംതോറും പറ്റുന്ന മാലിന്യങ്ങളുണ്ട്. അത് വചനം എന്ന കണ്ണാടിയിൽ മുമ്പാക്കി ഇരുന്നാൽ കാണിച്ചു തരും. അങ്ങനെ ചെയ്യുമ്പോഴേ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണ നമുക്ക് ശരിക്കും സെൻസ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ സെൻസ് ചെയ്യാനൊന്നും സാധിക്കില്ല. ഇപ്പൊ ബൈബിൾ ക്ലാസ്സിന് വരുന്നു, വചന ശുശ്രൂഷകൾ കേൾക്കുന്നു, അതൊക്കെ കേട്ട് ഈ ചെവിയോട് കേട്ട് ആ ചെവിയോടെ പോകും. ചാൾസ് സ്പർജൻ എന്ന് പറയുന്ന പ്രസംഗികളുടെ പ്രഭു പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: ഇപ്പോ ഒരു വിശ്വാസി തട്ടിത്തടഞ്ഞു വീഴാണെങ്കിൽ അവന്റെ ചെവിയിൽ നിന്ന് ഒരു ഡസനിലധികം പ്രസംഗങ്ങൾ താഴെ വീഴാൻ സാധ്യതയുണ്ടെന്ന് തമാശയായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഒരു ഡസനിലധികം പ്രസംഗങ്ങൾ ചെവിയിൽ സ്റ്റോക്ക് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണം. അത് ക്രിയ ചെയ്യണമെങ്കിൽ നമ്മൾ എഫേർട്ട് എടുക്കണം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ പ്രകാശനം, ആ പ്രേരണ ദൈവവചനം വായിക്കുമ്പോഴായാലും തെറ്റുകളോടുള്ള ബന്ധത്തിലായാലും കുറവുകളോടുള്ള ബന്ധത്തിലായാലും നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ ക്ലിയർ ചെയ്ത് പോകും. ഇന്ന് വരുന്ന വഴിക്ക് ഞങ്ങൾ വൈകിപ്പോയി, വരുന്ന വഴിക്ക് ബസ് കഴുകുന്നത് കണ്ടു. അപ്പൊ എന്റെ മകൾ ചോദിച്ചു, എന്തിനാ ഈ ബസ് കഴുകണേ? അപ്പൊ എന്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ പറഞ്ഞില്ല, കാരണം ഒരു ആശങ്കയായിരുന്നു, വളരെ വൈകുമോ എത്തുമോ അങ്ങനെ ഒരു ആശങ്ക ഇങ്ങനെ വരുമ്പോ അപ്പൊ എന്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ ഇത് വായിച്ച ഒരു കാര്യമാണ്. ഇത് ഇത്തിരി തിരക്കുള്ള ഒരു ദിവസമായിരുന്നു, പക്ഷെ ദൈവം സഹായിച്ചു. അപ്പൊ എന്റെ മനസ്സിലേക്ക് ഇന്ന് വന്ന ഒരു ഭാഗം ഇതാണ്. അതായത് നാം മാലിന്യം, നമുക്കറിയാം ദിവസം ഒരു വീട് ഒരു ഹോളാണെന്ന് വിചാരിച്ചു. ഈ ഹോളിൽ എനിക്ക് തോന്നുന്നു എല്ലാ ആഴ്ചയും വൃത്തിയാക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എല്ലാ ആഴ്ചയും വന്ന് അത് ഇവിടെയുള്ളവർ തന്നെ സഹോദരന്മാരോ അല്ലെങ്കിൽ അത് ഭാരമുള്ളവര് അത് അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ഹോള് വേണ്ട, നമ്മുടെ വീടാവട്ടെ, വീട് നാം വൃത്തിയായി സൂക്ഷിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മാലിന്യം നിറയും. പിന്നീട് അത് വീണ്ടും നാം ഗൗരവമായിട്ട് എടുക്കുന്നില്ലെങ്കിലോ, അത് വീണ്ടും ഗൗരവമായിട്ട് എടുത്തിട്ട് വീണ്ടും മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കും. എന്നിട്ടും നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ലെങ്കിലോ അത് കൂടി ആദ്യമൊന്നും അതിന്റെ പ്രശ്നം പുറത്തുള്ളവരറിയില്ല.
പക്ഷെ മെല്ലെ 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 നമ്മിൽ അത് ബാധിക്കും, പല അസുഖങ്ങളായിട്ട് അത് മാറും, അത് പുറത്തെ സാക്ഷ്യത്തെ ബാധിക്കാൻ ഇടയായിട്ട് തീരും. അപ്പോൾ നമ്മൾ അതാത് ദിവസത്തെ മാലിന്യങ്ങൾ അതാത് ദിവസം നീക്കം ചെയ്താലോ? അതാണ് ഈ ആത്മനിറവിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ പ്രമാണങ്ങളൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ മെനക്കെടാൻ തയ്യാറല്ല എന്നുള്ള. ഡെയിലി നാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാലിന്യങ്ങൾ, നമ്മുടെ വീട് വൃത്തിയാക്കുന്നത് പോലെ നാം ശരീരം, നാം ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ കുറിച്ച് വായിക്കുന്നത്, അവർക്ക് വിയർപ്പുണ്ട്. അപ്പൊ വിയർപ്പുള്ളത് കൊണ്ട് അവരെല്ലാ ദിവസവും കുളിക്കും. എല്ലാ ദിവസവും കുളിച്ചില്ലെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? അവരുടെ ശരീരത്തിൽ കുമിഞ്ഞു കൂടുന്ന മാലിന്യങ്ങൾ അത് രോഗമായിട്ട് മാറും, മറ്റുള്ളവർക്ക് സംസർഗം നടത്താനായിട്ട് സാധിക്കുകയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇതുപോലെ തന്നെ ആത്മീക മനുഷ്യനും നാം ദിനംതോറും കഴുകൽ പ്രാപിക്കുന്നില്ല, വചനത്താലുള്ള കഴുകൽ പ്രാപിക്കുന്നില്ലെങ്കിൽ നമ്മൾ ദുർഗന്ധം വമിക്കുന്നവരായിട്ട് തീരും. നമ്മുടെ ഭവനത്തിൽ, ഭാര്യ ഭർത്താവിനോടുള്ള ബന്ധത്തിൽ, മക്കൾ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ, സഭയിൽ നേതൃത്വത്തോടുള്ള ബന്ധത്തിൽ, സഭാജനങ്ങളോടുള്ള ബന്ധത്തിൽ, തൊഴിലിടങ്ങളിൽ ഒക്കെ വലിയൊരു തലവേദനക്കാരനാണ്, അല്ലെങ്കിൽ ഇവർ വലിയൊരു തലവേദനക്കാരിയാണ് എന്ന് നമ്മളെ കുറിച്ച് പറയാൻ ഇടവരും. അതിന്റെ കാരണം എന്താ? നാം രക്ഷിക്കപ്പെടാത്തത് കൊണ്ടാണോ? അല്ല. പിന്നെ എന്താ അങ്ങനെ സംഭവിക്കുന്നത്? ദിനംതോറും ദൈവവചനത്താലുള്ള ശുദ്ധീകരണം ചെയ്യാൻ മനസ്സില്ല എന്ന് മാത്രമല്ല, ആ സത്യത്തെ മറന്നുപോയി. അതൊന്നും വലിയ പ്രാധാന്യമുള്ള കാര്യമായിട്ട് കണക്കാക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ മാലിന്യം വെച്ചുകൊണ്ട് അവരറിയാതെ തന്നെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോ ആത്മനിറവുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് നല്ല ഭാര്യ ഭർത്താക്കന്മാരാകാൻ, നല്ല പാരന്റ്സ് ആകാൻ, തുടർന്ന് താഴെ അവിടെ വായിക്കുന്നുണ്ട് നമ്മുടെ തൊഴിലിടങ്ങളിൽ ദാസനും യജമാനനും തമ്മിലുള്ള കാര്യമാണ് പിന്നെ നമ്മൾ എഫേസ്യർ 6 വായിക്കുന്നത്. അതും മാത്രമല്ല, സാത്താനോട് എതിർത്ത് നിൽക്കാൻ, ആ സർവായുധ വർഗത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് എഫേസ്യർ ലേഖനം അവസാനിക്കുന്നത്. അപ്പൊ ആത്മനിറവ് എന്തിനാണെന്ന് ചോദിച്ചാൽ, അത് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് വിശദീകരിച്ച ആ വിഷയങ്ങളൊന്ന് പരിശോധിച്ചാൽ വളരെ ലളിതമായി മനസ്സിലാവും. അതിന് നമ്മൾ ഭയങ്കര വ്യാഖ്യാനങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ അടിസ്ഥാന സത്യം ഗൗരവമായിട്ട് എടുത്താൽ, കഴിഞ്ഞ കാലങ്ങളിൽ പരാജയപ്പെട്ടാലും കഴിഞ്ഞ കാല പരാജയങ്ങളോട് കരുണ കാണിക്കാൻ മനസ്സുള്ള ഒരു കർത്താവാണ് നമുക്കുള്ളത്. എന്നാൽ ആ പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട് പുരോഗതിയുള്ളവരായിട്ട് തീരാൻ നമുക്ക് സാധിക്കും. അത് എൻ്റെ അനുഭവം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പ്രസ്താവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാനത് കഴിഞ്ഞ ആഴ്ച പറയാൻ വിട്ടതുകൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ യൂദ എന്ന് പറയുന്ന എഴുത്തുകാരിൽ നിന്ന് തന്നെ ഇത്രയും പാഠങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി എഴുതിയത് ആർക്ക എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ ഇടയായിട്ട് തീർന്നു. വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. 1-ാം വാക്യത്തിൽ തന്നെ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത് എന്ന് വെച്ചാൽ പൊതുലേഖനമാണ്, സാർവത്രിക ലേഖനമാണ് ഇത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ തിരുവെഴുത്തിലുള്ള സൂചനകളിൽ നിന്ന് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ പഴയ നിയമ തിരുവെഴുത്തുകൾ കുറെ ഉദ്ധരിച്ചിരിക്കുന്നത് കൊണ്ട് പ്രാഥമികമായ എബ്രായ വിശ്വാസികളായിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. അത് നമ്മെ ബാധിക്കുന്ന കാര്യമല്ല, നമുക്ക് എഴുതിയിരിക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തുടർന്ന് നമ്മൾ പറഞ്ഞത് എന്തിന് എഴുതി എന്നുള്ളതാണ് ഉദ്ദേശം. അതും വളരെ വ്യക്തമായിട്ട് എഴുത്തുകാരൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തിന് വേണ്ടി, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ച് എഴുതുവാൻ. അപ്പൊ അതിൽ നിന്ന് എന്തിനാ എഴുതിയത്? വിശ്വാസത്തിന് വേണ്ടി പോരാടണം, അതിന് വേണ്ടിയിട്ടാണ് എഴുതിയത്. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ രണ്ട് കാര്യം കൂടെ അതിനൊന്ന് മനസ്സിലാക്കാൻ ഒന്നും കൂടെ പറഞ്ഞു. വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്ന് പറഞ്ഞാൽ തെറ്റായ ഉപദേശങ്ങൾ നിറഞ്ഞൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് വലഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്രസംഗകരാകാം. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലാന്ന് തോന്നുന്നു, ചാലക്കുളസോന്റെ മകൻ മരിച്ചപ്പോൾ ഞങ്ങൾ കോളിൽ നിന്ന് വണ്ടി പോയപ്പോൾ ഞാൻ ഒഴിവോട് വന്നതുകൊണ്ട് ഞാനും പോയി. ആ സൗദിയോർത്ത് പറയാൻ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. സഭയായിട്ട് എല്ലാ ചൊവ്വാഴ്ചകളും ഞങ്ങൾ ഡയാലിസിസ് ചെയ്യുന്നവർക്ക് വേണ്ടിയും ഈ ക്യാൻസർ ബാധിതർക്ക് വേണ്ടി ഒരു ലിസ്റ്റ് തന്നെ ഇതുപോലെ ചർച്ചിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും. അപ്പോൾ ആ ലിസ്റ്റിന് സൗദിയുടെ പേര് കട്ട് ചെയ്തു, നെറ്റിയിൽ പ്രവേശിച്ചു. അപ്പൊ കാണാൻ പോയപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ 11:30 ഇറങ്ങണം. കണ്ടു, നല്ല തിരക്കല്ലേ, ഒരു രാഷ്ട്രീയക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പോലെയുള്ള ക്രൗഡായിരുന്നു ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അപ്പോ ഞങ്ങൾ വരിവരിയായിട്ട് പോയി കണ്ടു. പരിചയമുള്ള ഒരു കാള് ഷെയ്ക്കിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പരിചയമൊന്നുമില്ല, കണ്ട് അങ്ങനെ പോയി പുറത്ത് ഞങ്ങൾ വന്നു. അപ്പോ 11:30 എന്ന് പറഞ്ഞിട്ട് ചില സഹോദരിമാര് 11:30 കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നില്ല. അവര് വന്നപ്പോ 11:45, 12 എടുത്തു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ പറയാണ്, വളരെ ഫേമസ് ആയി, നമ്മളൊക്കെ പക്ഷെ കേൾക്കുന്നുണ്ടായിരുന്നു, പാസ്റ്റർ അനീഷ് കാവാലം വന്നിരുന്നു.
അപ്പൊ ഒരു മൂന്നാല് പേര് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് അദ്ദേഹത്തിന്റെ അനുസ്മരണമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആളുടെ വാക്ക് നേരിട്ട് കേട്ടിട്ട് പോരാമെന്ന് കരുതി, അതുകൊണ്ടാണ് വൈകിയത്. കൂട്ടത്തിൽ ഒരു സഹോദരി ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു. ഞാൻ എല്ലാ ആഴ്ചയിലും അദ്ദേഹത്തിന്റെ ക്ലാസ്സുകള് ശുശ്രൂഷകൾ കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത്, അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപാട് നല്ല വർഷങ്ങൾ ഉണ്ടാകാം. ഞാൻ പറയാൻ കാരണം, ഈ തെറ്റായ ഉപദേശങ്ങളാൽ നിറഞ്ഞ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതാണോ ശരി, അതാണോ ശരി, ഇങ്ങനെ തീരുമാനം എടുത്ത് പോയമാണോ അതോ അങ്ങനെ എടുക്കും? അപ്പൊ ഈ ലോകത്തിലുള്ള തത്വങ്ങളും വചനത്തിലുള്ള തത്വങ്ങളും ഇനി മറ്റുള്ള നമ്മൾ ഫേമസ് ആയി വിചാരിക്കുന്നവരുടെ പ്രായോഗികമായ വശങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് വാസ്തവമായി ആത്മാവിനനുസരിച്ച് നടക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുന്ന വിശ്വാസികൾ വലഞ്ഞു പോകാൻ, പൗലോസിന്റെ ഭാഷ കടമെടുത്താൽ ഉഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ജനക്കൂട്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യൂദ തന്റെ തൂലിക ചലിപ്പിക്കുന്നത്. അപ്പോ അത് മൂന്നാം വാക്യത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാൻ പറഞ്ഞത്. വേറൊരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ ഉപദേശത്തെ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ലേഖനകാരൻ പറയുന്ന മറ്റൊരു കാര്യമാണ്, നാം നമ്മെ തന്നെയും സൂക്ഷിക്കണം. ഉപദേശത്തിന്റെ പവിത്രത അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ നമുക്കൊക്കെ പറ്റിയത് അതിന്റെ പ്രാധാന്യത്തെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് ജീവിച്ചു. എന്നാൽ പ്രായോഗികതയെ നമ്മൾ എവിടെയോ കൈമോശം വന്നു പോകാൻ ഇടയായിട്ട് തീർന്നു. പക്ഷെ യൂദ ഇത് രണ്ടും ബാലൻസ് ചെയ്തിട്ടാ പറയുന്നത്. ബാലൻസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചിട്ടുള്ള ഒരു ഇലുസ്ട്രേഷൻ ഇങ്ങനെയാണ്. ജെയിംസ് വാട്ട് കണ്ടുപിടിച്ചു. ഒരു വിശ്വാസിയുടെ ജീവിതത്തെ ആ എഴുത്തുകാരൻ സ്റ്റീം എഞ്ചിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. സ്റ്റീം എഞ്ചിനോട് നമുക്കറിയാം, അത് തീവണ്ടിയുടെ ഒരു ആദ്യ കാലഘട്ടമാണ്. അപ്പോൾ ഈ സ്റ്റീം എഞ്ചിൻ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ട്രെയിൻ പോകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് സ്റ്റീമും ആവശ്യമാണ്, രണ്ടാം ട്രാക്ക് ആവശ്യമാണ്. ഈ ട്രാക്ക് മാത്രമുള്ളൂ. സ്റ്റീം എഞ്ചിന്റെ ആവിയന്ത്രം ഇല്ലെങ്കിൽ അത് മുന്നോട്ട് പോകില്ല. ഇനി ആവിയന്ത്രം ഉണ്ട്, ട്രാക്ക് ഇല്ലെങ്കിലോ? ആ എഴുത്തുകാരൻ ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ സ്റ്റീം എഞ്ചിനും ട്രാക്കും ഉപദേശവും പ്രായോഗികതയെയും സൂചിപ്പിക്കുന്നു. ഇത് രണ്ടും ഒരുമിച്ചെങ്കിൽ മാത്രമേ ചലനം സാധ്യമാകും. അതാണ് എന്നെ ആകർഷിക്കുന്നത്. അപ്പൊ നാം പുരോഗതി ഉള്ളവരായിട്ട് തീരണമെങ്കിൽ 100% ഉപദേശത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കാര്യമില്ല. ഇനി 100% പ്രായോഗികതയിൽ ഊന്നിയാലും നമുക്കറിയാം നാം എന്ത് വിശ്വസിക്കുന്നു അതാണ് നമുക്ക് പ്രായോഗികമാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശം പോലെ, ഒരു പക്ഷിക്കുള്ള രണ്ട് ചിറകുകൾ പോലെ ഒരുപോലെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾ പുരോഗതിയുള്ളവരായിട്ട് തിരികെയുള്ളൂ എന്നുള്ളത് ഞാൻ ഇത്തവണ ഓർപ്പിക്കാൻ ഇടയായിട്ട് തിരികെയാണ്. അപ്പൊ രണ്ട് കാര്യമാണ്: തെറ്റായ ഉപദേശങ്ങളാൽ വലഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. രണ്ട്, ശരിയായ ഉപദേശത്തിൽ പോരാടുമ്പോ നമ്മെ തന്നെ സൂക്ഷിക്കാതെ പോകാനായിട്ടുള്ള സാധ്യത. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകണം എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് താൻ തന്റെ തൂലിക ചെയ്യുന്നത്. എന്തിനെഴുതി എന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തത് എന്നെഴുതി എന്നുള്ളതാണ്. അതൊരു എന്താ പറയാ, പല വ്യാഖ്യാന ഗ്രന്ഥങ്ങളും ഞാൻ പരിശോധിച്ചു. 65 80 ഇടയിലാണെന്നാണ് പറയുന്നത്. ഞാനപ്പോ കൂടുതൽ എഴുത്തുകാർ റെഫർ ചെയ്തിട്ടുള്ള ഒരു ഡേറ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എവിടെ വെച്ച് എഴുതി എന്നുള്ളതും നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നു. യെരുശലേമിൽ വെച്ചാണ് എഴുതിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി കഴിഞ്ഞ ആഴ്ച പറയാനായിട്ട് തുടങ്ങി, പക്ഷെ സാധിക്കാതെ പോയതാണ് ഈ എഴുത്തിന്റെ പ്രത്യേകത. നമുക്കറിയാം ഈ എഴുത്തിന്റെ പ്രത്യേകതകൾ 25 വാക്യമുള്ളൂ. പക്ഷെ ഒരു എഴുത്തുകാരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. ചെറുതെങ്കിലും ശക്തവും കൊടുങ്കാറ്റിന് തുല്യമായി ആഞ്ഞടിക്കുന്ന ലേഖനം. അത് മനസ്സിലാക്കാനായിട്ട് എന്നെ സഹായിച്ചത് പ്രബോധിപ്പിച്ച് എഴുതുന്നതിന്റെ റൂട്ട് വേർഡ് ഞാനൊന്ന് പരിശോധിച്ചു. പ്രബോധിപ്പിച്ച് എഴുതുവാൻ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ച് എഴുതാനുള്ളതിന്റെ മൂലപദത്തിലെ ആശയം, അതായത് ഒരു യവന ചിന്തകൻ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷ അറിയുന്ന ഒരു വ്യക്തി അത് വായിച്ചാൽ അവന് മനസ്സിലാക്കാൻ സാധിക്കും അതൊരു പോരാട്ടം, ഒരു സൈനിക മിലിറ്ററി ടേമാണ്, അല്ലെങ്കിൽ ഒരു അത്ലറ്റിക് ടേമാണ്. സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ടവർക്ക് അത് വ്യക്തമായിട്ട് അറിയാം. അത് ഇങ്ങനെയാണ് പ്രബോധിപ്പിച്ച് എഴുതി എന്നുള്ള പറയുന്നത്. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഗോ. അതായത് നമുക്കറിയാം, ഓട്ടത്തിനായിട്ട് നിൽക്കുമ്പോൾ പറയും, കമന്റേറ്റർ പറയും, നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ സ്ഥാനത്ത് ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, റെഡി ആവാ, ഗോ
എന്ന് പറയുന്ന പോലെയുള്ള ആശയം നമുക്ക് മലയാളത്തിൽ വായിച്ചാൽ മനസ്സിലാവില്ല. പക്ഷെ ഇതിന്റെ ഒറിജിനൽ ഭാഷ അത് എഴുതുന്നവർക്ക് സിമ്പിൾ ആയിട്ട് പ്രബോധിപ്പിക്കും. അതായത് ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്നുള്ളത് അത് ഒരു അത്ലറ്റ് മീറ്റിലെ ഒരു അത്ലറ്റെ ആ ആ മത്സരരംഗത്ത് നിന്ന് ആ വിളിക്ക് വേണ്ടി നമ്മുടെ ഭാഷയിൽ വിസിലും മുഴങ്ങുന്നതിന് വേണ്ടി കാത്തു നിന്ന് റെഡിയായിട്ട് നിൽക്കുന്നത് പോലെ വിശ്വാസത്തിന് പോരാടുവാനായിട്ട് അതേ പ്രയോഗങ്ങളും ശൈലികളുമാണ് ഇതിൽ അദ്ദേഹം നിറച്ചിരിക്കുന്നത്. അപ്പൊ ചെറുതാണെങ്കിലും ശക്തവും കൊടുങ്കാറ്റിന് തുല്യമായി ആഞ്ഞടിക്കുന്ന സത്യങ്ങളാണ് വരുന്നതിന് മുൻപ്. വൈകാനൊരു കാരണം, രണ്ട് കാരണം. ഒരു കാരണം, എവരി ഹോം ക്രൂസൈഡ് എന്ന് പറയുന്ന പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ 6:45 കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അദ്ദേഹം വരുന്ന അറിയിച്ചത് ഞാൻ വിചാരിച്ചു വന്നു പോയി എന്ന് വിചാരിച്ചത്. രാവിലെ ഞാൻ പറഞ്ഞു ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ പറഞ്ഞു പോകാൻ റെഡി ആയിട്ട് നിൽക്കാന്ന് പറഞ്ഞപ്പോൾ ആള് പ്രാർത്ഥിച്ചു പോകാനുള്ള ആ സമയം. അപ്പൊ ആള് പറഞ്ഞു ഏതാ ന്യൂഡേയുടെ ലേഖനം. 50 വിഷയങ്ങൾ എനിക്ക് ഇതിൽ നിന്ന് പഠിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. 50 വിഷയം, 25 വാക്യങ്ങളേ ഉള്ളൂ, 50 വിഷയങ്ങളാൽ. ഞാനിത് ഓർത്തു, ചെറുതാണെങ്കിലും ശക്തവും കൊടുങ്കാറ്റിന് തുല്യമായി ആഞ്ഞടിക്കുന്ന ഒരു ലേഖനമാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ലേഖനത്തിൽ തന്നെ വ്യക്തിപരമായ 3 ന്യായവിധിയെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. 6-ാമത്തെ വാക്യത്തിൽ 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. അഞ്ചിലുണ്ട് നിശ്ചയം. അപ്പൊ വ്യക്തിപരമായിട്ടുള്ളത് കാണുന്നത് 11-ാം വാക്യത്തിലാണ്. ഞാൻ തന്നെ പറഞ്ഞു പോവാം. കയ്യിന്റെ വഴി, ബിലിയാമിന്റെ വഞ്ചന, കോരഹിന്റെ മത്സരം. അപ്പൊ വ്യക്തിപരമായിട്ടുള്ള 3 ന്യായവിധി. അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ നാം വായിച്ചതും 5-ാമത്തെ വാക്യത്തിൽ കാണുന്നത് സമൂഹമായിട്ടുള്ള 3 ശിക്ഷാവിധി, ന്യായവിധിയെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. മിസ്രയീമ്യർക്ക് സംഭവിച്ചതും സോദോം ഗോമോറയ്ക്ക് സംഭവിച്ചതും ആ പാപം ചെയ്ത ദൂതന്മാർക്ക് സംഭവിച്ചതും. അപ്പൊ അതൊക്കെ ഈ ചെറിയ ലേഖനത്തിൽ അടുപ്പിച്ചിട്ടേയുമായ വിഷയത്തിന്റെ പ്രാധാന്യം അനുവാചകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി താൻ നിറച്ചിരിക്കുകയാണ്. മാത്രമല്ല പഴയ നിയമത്തിലൊന്നും കാണാത്ത ഒരു കാര്യം കൂടെ ദൈവത്തിന്റെ വെളിപ്പാടായിട്ട് ദൈവാത്മാവ് തനിക്ക് നൽകിയിട്ടുണ്ട്. മീഖായേലും സാത്താനും തമ്മില് മോശയുടെ ശരീരത്തെ കുറിച്ചുണ്ടായ തർക്കം. തിരുവഴുത്തിൽ ഒരിടത്തും അത് വായിക്കുന്നില്ല. പക്ഷെ ദൈവം, നമുക്കറിയാം, തിരുവഴുത്തിന്റെ എഴുത്തുകാർക്ക് തിരുവഴുത്ത് എഴുതാനായിട്ട് വെളിപ്പാടിലൂടെയാണ് തിരുവഴുത്ത് നൽകിയിട്ടുള്ളത് എന്നുള്ളത് നാം പഠിച്ചിട്ടുള്ളതാണ്, അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രയോഗം. അതുപോലെ തന്നെ ഹാനോക്കിന്റെ പ്രവചനം, നാം ഹാനോക്കിനെ കുറിച്ച് തിരുവഴുത്ത് വായിക്കുമ്പോൾ അവിടെ ഹാനോക്ക് പ്രവചിച്ചതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ചില ഇതുവരെ പരാമർശിക്കാത്ത വിഷയങ്ങൾ ഈ കൊച്ചു ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ശരിക്കും ഒറിജിനൽ ടെക്സ്റ്റിൽ ഒരു പൊയറ്റിക്കൽ സ്ട്രക്ചറാണ് ഇതിനുള്ളത്, കാവ്യാത്മകത. ഇനി പറയുന്ന 2 കാര്യങ്ങൾ അത് നമ്മെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. അതാണ് അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അലങ്കാര പ്രയോഗങ്ങളാൽ നിറഞ്ഞ ലേഖനം. ഇതില് നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലുള്ള അലങ്കാര പ്രയോഗങ്ങൾ ഒന്ന് കണ്ടെത്താൻ സാധിക്കുമോ? ഒന്ന് പറയാൻ സാധിക്കുമോ? ഇതിലുള്ള ഒരു പോയറ്റിക്കൽ എന്താ പറയാ ചായവുള്ള വാക്കുകൾ ആർക്കെങ്കിലും ഞാൻ ക്ലൂ തരാം. നമ്മളിപ്പോ വായിച്ച കയ്യിന്റെ ഒക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. ശരി, ഞാൻ തന്നെ പറയാം. 12-ാമത്തെ വാക്യം നാം നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ പ്രയോഗങ്ങളൊക്കെ കാണാം. മേഘങ്ങൾ, കാറ്റ്, മരങ്ങൾ, തിരമാലകൾ, നക്ഷത്രങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദുരുപദേഷ്ടാക്കളുടെ അല്ലെങ്കിൽ വിശ്വാസത്തെ മനഃപൂർവ്വമായി തിരിച്ചു മുന്നോട്ട് പോകുന്നവരുടെ ഒക്കെ വിശദീകരിക്കാൻ, അവരുടെ മേൽ വരുന്ന ശിക്ഷാവിധിയെ കുറിച്ച്, അവരുടെ സ്വഭാവത്തെ കുറിച്ച് വിശദീകരിക്കാൻ വളരെ മനോഹരമായി നമുക്കറിയാം. എഴുത്ത് വാസനയുള്ള ആളുകൾ, അവരുടെ എഴുത്തുകളിലൊക്കെയുള്ള പ്രത്യേകതകൾ നമുക്കറിയാം. അതൊക്കെ നമ്മളതിനെ രസിപ്പിക്കുന്ന, ഒരു പുസ്തകമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രസിച്ചിരുന്ന് പോകും, വായിച്ചു പോകും. ആ എഴുത്തുകാരന്റെ കഴിവാണ്. ഇതേപോലെ തന്നെയാണ്
ചില അലങ്കാര പ്രയോഗങ്ങൾ ഈ എഴുത്തിൽ ഈ 25 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചില ഉദാഹരണങ്ങളാണ് അവിടെ പറയാനായിട്ട്. അലങ്കാര പ്രയോഗങ്ങളാൽ തന്നെ ഏൽപ്പിച്ച, അതായത് അതിൽ നിന്ന് എന്താ പഠിക്കാനുള്ളത്? തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ തന്റെ ബെസ്റ്റ് അനുവാചകർക്ക് കൊടുക്കുകയാണ്. അതിനുവേണ്ടി തനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കഴിവുകളും, അപ്പൊ നമുക്ക് നാം ആയിരിക്കുന്ന സഭയിൽ, നാം ആയിരിക്കുന്ന നമ്മെ ഏൽപ്പിച്ച കുടുംബത്തിലൊക്കെ ഏറ്റവും ബെസ്റ്റ് തന്നെ കർത്താവിന് കൊടുക്കാനായിട്ട് സാധിക്കേണ്ടത് ആവശ്യമാണ്. ഇനി മറ്റു ലേഖനങ്ങളിൽ ഒന്നുമില്ലാത്ത ഒരു കാര്യം കൂടെ ഈ ലേഖനം വായിച്ചപ്പോൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൂടെ ഒന്ന് ആമുഖമായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. ത്രയങ്ങൾ നിറഞ്ഞിരിക്കുന്ന ട്രിപ്പിൾസ്. പക്ഷെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാനിത് പഠിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള ട്രിപ്ലെക്സുകളെ കുറിച്ച് മനസ്സിലാക്കാനായി. ത്രയങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ലേഖനമാണ്. നമുക്ക് നോക്കാം ഏതൊക്കെ ത്രയങ്ങളാണുള്ളതെന്ന്. ഒന്നാമത്തെ വാക്യത്തില് ത്രയം പറയാൻ പറ്റും. ഒന്നാമത്തെ വാക്യത്തില് ത്രയം പറയാൻ പറ്റും. ത്രയം എന്ന് വെച്ചാൽ മൂന്ന് വെച്ച് 3 സെറ്റുകളിലാണ് ആള് പറയുന്നത്. ദാസൻ, യെസ്, യെസ്, യൂദ, വെരി ഗുഡ്. അതായത് ദാസൻ, സഹോദരൻ, യൂദ. ഞാൻ യൂദയാണ്, സ്വയ വിശേഷനാണ്. ഞാൻ യൂദയാണ്, ഞാൻ യാക്കോബിന്റെ സഹോദരനാണ്, ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസൻ. ട്രിപ്ലെക്സ്. ഇനി മറ്റൊരു കാര്യം കൂടെ കാണാൻ സാധിക്കും. അനുവാചകരെ വിശേഷിപ്പിക്കുക. 1-ാം വാക്യത്തിൽ തന്നെ എഴുത്തുകാരെ ആർക്കാണ് എഴുതുന്നത്? അതും ട്രിപ്ലെക്സ് അതിൽ കാണാൻ സാധിക്കും. ഏതാണെന്ന് പറയാൻ പറ്റുമോ? സ്നേഹിക്കപ്പെട്ടു, സൂക്ഷിക്കപ്പെട്ടു, വിളിക്കപ്പെട്ടു. അതോ ട്രിപ്ലെക്സ്, ത്രയങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ലേഖനം. ഇനി വന്ദനം, അവരെ വന്ദനം ചെയ്യാണ്. 2-ാമത്തെ വാക്യം. അതിനും ട്രിപ്ലെക്സ് ഉണ്ട്, ത്രയങ്ങളുണ്ട്. ഏതാണ്? കരുണ, സമാധാനം, സ്നേഹം. കണ്ടോ? ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു ലേഖനമാണ് ഇതെന്ന് പറയും. അടുത്തതായിട്ട് ന്യായവിധി 5 മുതൽ 7 വരെ നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഇസ്രായേൽ മക്കളെ കുറിച്ച്, യൂദൂതന്മാരെ കുറിച്ച്, സോദോമോരെ കുറിച്ച്, സമൂഹമായിട്ടുള്ള ന്യായവിധിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അടുത്ത് നമ്മൾ പറഞ്ഞത് സ്വപ്നാവസ്ഥയിലായ ദുരുപദേഷ്ടാക്കളെ കുറിച്ച്. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ സ്വപ്നാവസ്ഥയിലായ അവരെന്ത് ചെയ്യുന്നു? ജഡത്തെ മലിനമാക്കി, കർത്തൃത്വത്തെ തുച്ഛീകരിച്ചു, മഹിമകളെ ദുഷിച്ചു. അങ്ങനെ ട്രിപ്ലെക്സിന്റെ ഒരു സെറ്റ് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനിതെല്ലാം പറയാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പൊ ഈ 9 കൂട്ടം ട്രിപ്ലെക്സ് ആണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി വേണമെങ്കിൽ വീട്ടിൽ ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്ക് അങ്ങനെ ഇത്ര ഞാൻ കണ്ടെത്തിയപ്പോൾ നിർത്തിയത്, അതവിടെ സ്റ്റോപ്പ് ചെയ്തത്. ഇതിന് ജനറൽ ഇൻഫോർമേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്നുള്ളൊരു പാഠം എന്താണെന്ന് അറിയാം. ഞാൻ പഠിച്ചൊരു പാഠം എന്ന് പറയുന്നത്, ഇതിലൊക്കെ കാണുന്നത്, പ്രത്യേകിച്ച് 4 മുതൽ 9 വരെയുള്ള സ്ഥലങ്ങളിൽ കാണുന്നത് ദുരുപദേശക്കാരെ കുറിച്ച്, അവരുടെ സ്വഭാവ വൈകല്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ അതിന്റെ ഏറ്റവും അപകടകരമായ അവസ്ഥ സൂചിപ്പിക്കാൻ ആവർത്തിച്ച് ആ പദപ്രയോഗങ്ങൾ, ഭാഷയിലുള്ള തന്റെ സ്വാതന്ത്ര്യം താൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആവർത്തിച്ച് പറയുന്നത് എന്തിനാ? നമ്മളൊരു കാര്യം ആവർത്തിച്ച് പറയുന്നത് എന്തിനാ? എപ്പോഴാണ് നമ്മൾ ആവർത്തിച്ച് പറയാ? പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്, അല്ലെ? റെപ്യൂട്ടേഷൻ അത് റിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻസിനെയാണ്, പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആവർത്തിക്കാറില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചതിൽ നിന്ന്, അതും ഒരു സെറ്റായിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ മൂലഭാഷയിൽ ഇത് ശരിക്കും ഒരു പോയറ്റിക്കൽ സ്ട്രക്ചറാണ്. ശരിക്കും നമ്മുടെ പണ്ടത്തെ കൃഷ്ണൻകുട്ടി സാറിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഈ പ്രാസങ്ങളിൽ കൊണ്ട് ഇങ്ങനെ ഒരു ഒഴുക്ക് നമ്മള് കേട്ടിട്ടുണ്ടായിരുന്നു, അല്ലെ? അതേപോലെ നമ്മളിപ്പോ തിരുകൃപ തന്ന് നടത്തണം എന്നെ, ജോർജ് വീട്ടന്റെ പാട്ടിൽ ആ പ്രാസം കാണാൻ സാധിക്കും. സൈമൺ സാറിന്റെ പാട്ടില് കാണാൻ സാധിക്കും. അപ്പൊ അതേപോലെ അതൊക്കെ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഭാഷാജ്ഞാനം അവർ കർത്താവിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ നമുക്ക് ലഭിക്കുന്ന പാഠം എന്ന് പറയുന്നത്, ഈ ക്യാരക്ടറുകൾ വളരെ മോശമായിട്ടുള്ളത്, അപകടകരമായിട്ടുള്ളത്, അതിന്റെ പ്രാധാന്യം അനുവാചകർക്ക് സുവ്യക്തമാകും. അവരുടെ ഹൃദയങ്ങളെ കുത്തിത്തുളച്ച് കയറാൻ വേണ്ടി തന്റെ ലഭിച്ചിരിക്കുന്ന താലന്തിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇത് നമുക്ക് പഠിക്കാവുന്ന പാഠം തന്നെയാണ്. അടുത്തതായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എഴുത്തിന്റെ പ്രത്യേകതകൾ തന്നെയാണ്. ശരിയായ വിശ്വാസത്തിനും, ഞാൻ വളരെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണിത്, ഊന്നി പറയുന്നില്ല. ചില പുസ്തകങ്ങൾ നമുക്കറിയാലോ, ഇപ്പോൾ എനിക്ക് സമയം ലഭിക്കുമ്പോൾ ഞാൻ കുറെ വായിക്കുന്നുണ്ട്. അപ്പോൾ വായിക്കുമ്പോൾ ഓരോ എഴുത്തുകാരും
ഈ പറഞ്ഞ സത്യം തന്നെ പല നിലകളിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ ഞാനത് സമയം കിട്ടിയതുകൊണ്ട് കുറിച്ച് ടൈപ്പ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പൊ ശരിയായ വിശ്വാസത്തിനും ശരിയായ ജീവിതത്തിനിടയിലുള്ള ബന്ധത്തെ ഊന്നി പറയുന്ന ഒരു ലേഖനമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, കാലത്തിന് മുമ്പ് മുതൽ അന്ത്യകാലം വരെയുള്ള, അതായത് ദൂതന്മാർ ഏറ്റവും ആദ്യത്തെ പാപം ഏതാ? ഏറ്റവും ആദ്യത്തെ പാപത്തിന്റെ പേരല്ല, ആ സംഭവം ആരൊക്കെയാണ് ഉൾപ്പെട്ട് നിൽക്കുന്നത്? ശരി, ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ പാപം നമുക്കറിയാം, ആദാമും ഹവ്വയും തന്നെ അവരുടെ. എന്നാൽ നമുക്കറിയാം ആദ്യത്തെ പാപം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൂതൻ ബെൽ, എന്താ പേര് പറഞ്ഞു? ആളുടെ സാധാരണ പേര് ലൂസിഫറിന്റെ അതിവിടെ പറയുന്നുണ്ട്. അതാണ് കാലത്തിന് മുമ്പ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഇനി 1000 വിശുദ്ധന്മാരുമായി വരുന്ന കാര്യവും യൂത പറയുന്നുണ്ട്, യൂത കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ അന്ത്യകാലം അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ തുടക്കം മുതൽ ഒടുക്കം വരെ ദൈവത്തോട് എന്ന് വെച്ചാൽ സത്യോപദേശത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് എതിർപ്പുണ്ടാകും. ഈ പ്രമാണം യൂത ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ഈ ലേഖനത്തിൽ എന്നുള്ളതാണ് ഇവിടെ നിന്ന് പറയാനായിട്ട് പ്രത്യേകതയായിട്ട് പറയാൻ ശ്രമിക്കുന്നത്. അടുത്തത് എഴുത്തിലെ പ്രധാന വാക്യം. ഇതിനോടകം നമുക്ക് മനസ്സിലായി കാണും, 3-ാമത്തെ വാക്യം തന്നെയാണ്. വായിക്കുന്നില്ല, വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്നുള്ളത് തന്നെയാണ്. അടുത്തതായിട്ട് എഴുത്തിലെ പ്രധാന പ്രമേയം, തീം എന്താണ്? ഒരു ലേഖനം പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പഠിക്കുക, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. എഴുത്തിലെ പ്രമേയം എന്താണ്, തീം എന്താണ് എന്ന് വെച്ചാൽ വളരെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് എന്ത്? ഒരുപാട് വിഷയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ കണ്ട ഉപദേശി പറഞ്ഞത് 50 വിഷയങ്ങളൊക്കെ ഇതിൽ നിന്നുള്ള പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോ അത് ഈ 50 വിഷയത്തിൽ മുളച്ചു നിൽക്കുന്ന കാര്യം, അതാണ് തീം എന്നുള്ളത് കൊണ്ട് പഠനത്തിൽ നമ്മൾ അർത്ഥമാക്കുന്നത്. ആ തീം മറ്റൊന്നുമല്ല, വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രമേയമായിട്ട് ഈ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അടുത്തത് എഴുത്തിലെ വിഷയവിഭജനമാണ്. വിഷയവിഭജനം പല നിലകളിലുണ്ട്. ഈ പല നിലകളിലുള്ളത് കോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദൈവാത്മാവിന്റെ എന്താ പറയാ ഇടപെടലുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ കുറെ സംഭവങ്ങൾ ഉണ്ടെന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതല്ല എന്റെ ലക്ഷ്യം. നമുക്കറിയാം അത് കഴിഞ്ഞതിന് ശേഷം ഒടുവിലായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ ലഭിച്ചതും ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പഠിക്കാൻ സാധിക്കും. അപ്പൊ എന്തിനിങ്ങനെ പറയണെന്ന് വെച്ചാല് നിങ്ങൾക്കും ഇതുപോലെ സ്വയമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കാനായിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ പഠിക്കാൻ സാധിക്കും. ആദ്യമായിട്ട് ഒരു വിഭജനം പറയുന്നത് ആമുഖമുണ്ട്. നമുക്കറിയാം ആദ്യത്തെ 1-2 വാക്യങ്ങളിൽ ആമുഖമാണ്. അത് ദുരുപദേഷ്ടാക്കളെ കുറിച്ചിട്ടുള്ള മുന്നറിയിപ്പുകളാണ്. 3 മുതൽ 4 വരെ വായിക്കണമെന്നില്ല. അതുപോലെ തന്നെ 5 മുതൽ 16 വരെ ദുരുപദേശത്തിന്റെ അപകടത്തെ കുറിച്ചാണ്. അതുപോലെ തന്നെ 17 മുതൽ 23 വരെ ദുരുപദേഷ്ടാക്കളെ ഒഴിവാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. പിന്നെ ഒരു ഡോക്സോളജി, ഒരു സ്തുതിഗീതമാണ്. ദുരുപദേഷ്ടാക്കൾക്കെതിരായിട്ട് വിജയം നൽകുന്ന ദൈവത്തിന് മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ഈ ലേഖനം. ഇത് ഒരു എഴുത്തുകാരൻ പഠിച്ച രീതിയാണ്. നമ്മൾ ഇങ്ങനെയല്ല പഠിക്കുന്നത്. ഞാനത് അദ്ദേഹം ദൈവാത്മാവിനാൽ പ്രേരിതമായി പഠിച്ച, നമുക്കറിയാം ദൈവാത്മാവിനാൽ പ്രേരിതമായി രചിച്ച പാട്ടുകളാണ് നമ്മൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്. നമ്മൾ സ്വയമായിട്ട് എഴുതിയ പാട്ടുകളല്ല. ഇതേപോലെ തിരുവെഴുത്തുകളുടെ മുമ്പാകെ ഇരുന്നപ്പോൾ ഒരു കർത്തൃദാസന് ലഭിച്ച പ്രകാശനം താൻ കുറിച്ചു വെച്ചത് ഞാൻ വായിച്ചപ്പോൾ ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് മറ്റൊരു ന്യൂ ടെസ്റ്റ്മെന്റ് കമന്ററി എന്ന് പറയുന്ന ഒരു പുസ്തകത്തില് ഞാൻ വായിക്കാനിടയായിട്ട് തീർന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്. അതായത് ലേഖനം എഴുതിയതിന്റെ ലക്ഷ്യം, അതുപോലെ ദുരുപദേഷ്ടാക്കന്മാരെ എങ്ങനെ മനസ്സിലാക്കാം, അവർക്ക് വരുന്ന ശിക്ഷ എന്താണ്, ദുരുപദേഷ്ടാക്കന്മാരെ നേരിടേണ്ടത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ആശീർവാദം, നേരത്തെ പറഞ്ഞതുപോലെ സ്തുതിഗീതം. ഓരോ എഴുത്തുകാർ അവരുടേതായ രീതിയിൽ എഴുതും. മറ്റൊരു ഇതിൽ ഞാൻ വായിക്കാനിടയായിട്ട് തീർന്നത് ബൈബിൾ നോളേജ് കമന്ററി ആണ്. മൂലഭാഷയിൽ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഇതാണ്. ഞങ്ങളുടെ സഭയിൽ മൂപ്പനായ സഹോദരൻ മകൻ വർഷങ്ങൾക്ക് മുൻപ് നൽകിയൊരു പുസ്തകമാണ്. അപ്പൊ അത് ഇംഗ്ലീഷിലുള്ളതാണ്. അപ്പൊ അത് തർജ്ജമ ചെയ്തത് എങ്ങനെ,
ബൈബിൾ നോളേജ് കമന്ററിയിൽ അദ്ദേഹം ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പഠിച്ചിരിക്കുന്നത്. ഞാനത് വീണ്ടും വായിക്കുന്നില്ല. അതുപോലെ നമ്മുടെ എല്ലാവരുടെ കയ്യിലുള്ള ഒരു സ്റ്റഡി ബൈബിളാണ് മലയാളത്തിലുള്ളത്, പ്രീവിയസ് സ്റ്റഡി ബൈബിൾ. അതിൽ ബിബി ജോർജ്, ആ മഹത്തിലായ കർത്തദാസൻ, അദ്ദേഹം ഈ രീതിയിലാണ് അതിനെക്കുറിച്ച് പറയാനായിട്ട് ഇടയായിട്ട് തീർന്നിരിക്കും. ഏകദേശം എല്ലാം സെയിം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ കാണും എന്ന് ഞാൻ വിചാരിക്കുന്ന ബിലീവേഴ്സ് ബൈബിൾ കമന്ററി, വില്യം മക്ഡൊണാൾഡിന്റെ കമന്ററിയിൽ നാം കാണുന്നത് ഇപ്രകാരമാണ്: വന്ദനം വിശ്വാസത്യാഗികളെ വെളിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വിശ്വാസത്യാഗത്തിനിടയിൽ വിശ്വാസിയുടെ ധർമ്മ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്, ആശീർവാദം. അപ്പൊ ഏകദേശം ഒരേ രീതിയിൽ തന്നെ അവർ പഠിക്കാനിടയായിട്ട് തീർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് BSB ബൈബിൾ കമന്ററി, അതായത് ഒരു ധ്യാനാത്മകമായിട്ടുള്ള നല്ലൊരു കമന്ററി ആണത്. അതിന് മലയാളം പുറത്തിറങ്ങിയിട്ടില്ല. ചില പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ അവൈലബിൾ ആണ് മലയാളത്തില്. അദ്ദേഹം ഇങ്ങനെയാണ് ഇതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആമുഖമാണ്, 1002 വാക്യങ്ങൾ, 3-4 വാക്യങ്ങൾ ഒരു മുന്നറിയിപ്പാണ്. അതുപോലെ 5 മുതൽ 16 വരെയുള്ള ഭാഗം നിലപാടാണ്. അതുപോലെ തന്നെ 17 മുതൽ 25 വരെ പ്രബോധനം. ഈ രീതിയിലാണ് ആ കർത്തദാസൻ പഠിക്കാനിടയായിട്ട് തീർന്നു. എന്നാൽ ഞാൻ പഠിക്കാനിടയായിട്ട് തീർന്നു. അപ്പൊ ഞാൻ അധികം പുസ്തകങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇങ്ങനെ മണിക്കൂറുകൾ നമ്മളിങ്ങനെ വായിച്ചിരിക്കുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പഠിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് അങ്ങനെ നൽകിയെങ്കിൽ ആ ദൈവത്തിന്റെ അതേ ആത്മാവ് തന്നെയാണ് നമ്മിൽ വസിക്കുന്നത്. അപ്പോൾ എന്നോടും സംസാരിക്കണം. അങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞതാണ് 2 തിമോഥെയോസ്, പത്രോസ് എഴുതിയ 1-ാം ലേഖനം, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം, അതുപോലെ യൂദ, പിന്നെ യാക്കോബ്. ഇത്രയും ലേഖനങ്ങളാണ് ഈ ചെറിയ നാളുകളിലുള്ളിൽ എനിക്കിങ്ങനെ ഇതേപോലെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. അവസാനമായിട്ടാണ് യൂദ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്: സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ് ഈ ലേഖനത്തിന്റെ സന്ദേശം. എന്ന് വെച്ചാൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലേഖനത്തിൽ 25 വാക്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ മുൻപറഞ്ഞ കാര്യങ്ങൾ എന്നത് കാണിച്ചെന്ന് ചോദിച്ചാൽ, ആ കർത്തൃദാസന്മാർ അവർ തിരുപാദത്തിൽ ഇരുന്നു കർത്താവിന്റെ വചനം വായിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് പ്രകാശിപ്പിച്ചു കൊടുത്ത് അവർ കുറിച്ചു വെച്ചു. അപ്പോൾ നമുക്കത് പഠനത്തിനും സംശയങ്ങളൊക്കെ ഉണ്ടാകുകൊണ്ട് റെഫർ ചെയ്യാനും സാധിക്കും. ഇതുപോലെ ദൈവം നമുക്കും തന്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നത് കൊണ്ട് ആ ആത്മാവ് സകല സത്യത്തിലും വഴി നടത്തുന്നു. അത് നമ്മളും മനസ്സിലാക്കണം. അത് നമുക്കും പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ സമയം ചെലവഴിക്കുന്നുവെങ്കിൽ ദൈവത്തിന് മുഖപക്ഷമില്ലാത്തത് കൊണ്ട് ദൈവം നമ്മോട് സംസാരിക്കും. അപ്പൊ അതാണ് ഞാൻ പറയാനായിട്ട് ഇടയായത്. ഇതെങ്ങനെ മനസ്സിലായത്? ഇതിപ്പോ മറ്റുള്ളതൊക്കെ ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ അങ്ങനെ തന്നെ ചിലത് തർജ്ജമ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ മറ്റതൊക്കെ എഴുതാനിടയായിട്ട് തീർന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ മനസ്സിലായി? അത് മനസ്സിലാക്കാനായിട്ട് സഹായിച്ച കാര്യങ്ങളൊന്ന് വേഗത്തിലൊന്ന് പറയാം. അതിനു മുൻപ് ഈ എഴുത്തിലെ സന്ദേശം എന്ന് പറയുന്നത് വിശ്വാസം, വിശ്വസ്തത. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായി. അപ്പൊ എന്താ വിശ്വാസം, എന്താ വിശ്വസ്തത? അത് കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ചയിൽ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ ഏകദേശം സമയമായിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ വേഗത്തിലൊക്കെ പറഞ്ഞു. എൻ്റെ ശൈലി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനെ വിലയിരുത്തുവാനും അതിനനുസരിച്ച് ജീവിക്കാനിടയായിട്ട് A.W. ടോസർ പറഞ്ഞിരിക്കുന്നത് കോട്ട് നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ ഭക്തനായ നല്ല ഈടിന്റെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് A.W. ടോസർ. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾക്ക് പലതും GLS മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലെ ഗ്രന്ഥത്തിൽ താൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ട്രാഫിക് നിയമങ്ങൾ വായിക്കുന്നത് കൊണ്ടോ അത് അറിയുന്നത് കൊണ്ടോ നമ്മുടെ യാത്ര സുഖകരമാകില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ട്രാഫിക് നിയമങ്ങൾ അറിഞ്ഞു, അതിനെക്കുറിച്ച് വായിച്ചു, ഓക്കെ, അതുകൊണ്ട് നമ്മുടെ യാത്ര സുഖകരമാണ്. പിന്നെ എപ്പോഴാണ് ആ യാത്ര സുഖകരമാവുക? ആ ട്രാഫിക് നിയമങ്ങൾ എപ്പോഴാണോ നാം അനുസരിക്കുന്നത് അപ്പോൾ മാത്രമാണ് നമ്മുടെ യാത്ര. തിരുവഴുത്തിലെ നിയമങ്ങൾ, പ്രമാണങ്ങൾ നമ്മൾ വായിക്കുന്നു, അറിയുന്നു, അതുകൊണ്ട് നിർത്തിയാൽ ഒരു കാര്യമില്ല. എന്നാൽ അത് എപ്പോഴാണോ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്? ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന പ്രായോഗിക ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിക്കാനിടയായിട്ട് തീർന്നു. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടാതെ ദിനംതോറും ശുദ്ധീകരണം നടത്തുക. അത് നാം ശീലിക്കണം. പൗലോസ് തന്നെ ആ പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ ശീലിച്ചിട്ടുണ്ട് എന്ന് ഫിലിപ്പ് ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ആത്മീകമായ നല്ല സ്വഭാവ കാര്യങ്ങൾ, ലക്ഷണങ്ങൾ, ശീലങ്ങൾ നാം ശീലിച്ചേ പറ്റൂ, നാം പഠിച്ചേ പറ്റൂ. അപ്പം മാത്രമേ നമുക്ക് ദൈവാത്മാവിന്റെ പ്രകാശനവും പ്രേരണയിലും. അപ്പൊ നമ്മൾ തിരുവഴുത്തുകളുടെ മുമ്പാകെ ഇരിക്കുമ്പോൾ
നമുക്കറിയാം നമ്മൾ ആരും 100% പെർഫെക്റ്റ് അല്ല. എന്നാൽ ആ കുറവ് നമുക്ക് കാണിച്ചു തരുമ്പോൾ കർത്താവിനോട് നിരപ്പ് പ്രാപിക്കുക. തനിച്ച് നിരപ്പ് പ്രാപിക്കാനുള്ളതാണെങ്കിൽ നാം തന്നെ നിരപ്പ് പ്രാപിക്കണം. ബന്ധങ്ങളിലുള്ളതാണെങ്കിൽ ബന്ധങ്ങളിൽ നിരപ്പ് പ്രാപിക്കണം. നമുക്കറിയാം എല്ലാത്തിലും 100% സക്സസ് ആവാൻ സാധിക്കില്ല. നമ്മൾ ആഗ്രഹിച്ച്. എന്നാൽ എനിക്ക് അനുഭവമുണ്ട്. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞാൻ ക്ലാസ് ഒക്കെ എടുത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അപ്പൊ അത് പുസ്തകമാക്കി സഭ. അപ്പൊ അത് ഞാൻ വിതരണം ചെയ്യുന്ന നേരത്തെ ഒരു സൗരം ഇത് മേടിച്ചു പോയി. ഞാൻ അത് ടെസ്റ്റായി. ഞാൻ വേഗം പിന്നെ എല്ലാ ഇതുപോലെ എന്തൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിങ്ങനെ പോരുന്ന നേരത്തെ ആ സോറിനെ കണ്ടു. ആ സോറിന്റെ മുന്നിൽ ഓടി ചെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സോറി പറയാൻ, ക്ഷമ പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഇപ്പോൾ രീതിയിലാണ് പോയി. പിന്നെ ആളായിട്ട് ഒരു നിരപ്പ് പ്രാപിക്കാൻ അവസരം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ടെസ്റ്റായി. അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങളാൽ ആവോളം എന്നുള്ള ആ പ്രയോഗം പ്രമാണം എനിക്ക് ആശ്വാസം നൽകി. നമ്മൾ എത്ര എഫേർട്ട് എടുത്താലും ചില ആളുകൾക്ക് നമ്മളോട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് വിചാരിച്ച് നമ്മൾ തളർന്നു പോയത്. ആ സമയത്ത് ഞാൻ ശരിക്കും തളർന്നു പോയി. പക്ഷേ ദൈവവചനം വീണ്ടും നമ്മളെ ശുദ്ധീകരിക്കാൻ ഇടയായിട്ട്, അല്ലെങ്കിൽ ശക്തീകരിക്കാൻ ഇടയായിട്ട് തീരും. അപ്പൊ നമ്മൾ പരമാവധി എഫേർട്ട് എടുത്തു. പക്ഷെ ബില്ലിംഗ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ കൈക്ക് വെച്ചുകൊണ്ടിരിക്കരുത്, പക്ഷെ ശുദ്ധീകരണം പ്രാപിക്കാനിടയായിട്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ആ നടത്തിപ്പ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ വലിയ പ്രസംഗകരോ വലിയ ബില്ലി ഗ്രഹാമോ ജോൺ ബില്ലിനോ ചാണ്ടപ്പല്ലോ അങ്ങനെ ആവണമെന്നില്ല. ഈ ദൈവത്തിന് മുഖവശമില്ലാത്തത് കൊണ്ട് ദൈവാത്മാവിന്റെ പ്രകാശനം അത് നമുക്ക് കേൾക്കാൻ സാധിക്കും, നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് വചനത്താൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സകല വചനം കൊണ്ടും ജീവിക്കുന്നത് ടേസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ടേസ്റ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഈ ആലോചനകൾ ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.